ഈ ബേപ്പൂർ ഉണ്ടായതിനു ശേഷം 1977 മാത്രമാണ് NP മൊയ്തീനാണെന്ന് തോന്നുന്നു അല്ലേ അന്ന് ഇവിടെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചത്. ബാക്കി ഇങ്ങോട്ട് ബേപ്പൂരിന്റെ ചരിത്രം ഇടതോട്ട് തിരിഞ്ഞു തന്നെയാണ്. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് PV അൻവർ നോക്കുന്നത്. ഇക്കുറി വല്ലതും നടക്കുമോ സിനോജ്? നടക്കുമെന്നാണ് അൻവർ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. കനത്ത പോരാട്ടമാണ്. ബേപ്പൂരില് പരീക്ഷണങ്ങൾ UDF പലതവണ നടത്തിയിട്ടുണ്ട്. ആദ്യം ലീഗിന്റെ കയ്യിലായിരുന്നു സീറ്റ്. ഇപ്പൊ ലീഗ് കുറച്ചു നാൾ മത്സരിച്ച് ലീഗിന് മനസ്സിലായി ലീഗ് ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ കൊടുത്ത് ഒരു പരീക്ഷണം നടത്താൻ കൊടുത്തു. കോൺഗ്രസും പലതവണ പരീക്ഷണം നടത്തിയിട്ട് ഇപ്പൊ ഒരു പുതിയ പരീക്ഷണമാണ്. അത് ജയിക്കോ ഇല്ല എന്നുള്ളത് പരീക്ഷണത്തിന് ശേഷം റിസൾട്ട് വരുമ്പോൾ. ബേപ്പൂരിലെ വോട്ടർമാരുണ്ട്, ബേപ്പൂരിൽ നടക്കാൻ വരുന്ന പരീക്ഷയിൽ അവരുടെയൊക്കെ പ്രതികരണം നോക്കി എടുക്കണം. അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു ഇപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന കോലീബി. ബേപ്പൂര് കോലീബി പ്രേക്ഷകരെ നമ്മൾ ഈ കോലീബി ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യല്ലോ. അന്ന് കോലീബി നടക്കുന്ന സമയത്ത് അന്ന് ഇവിടെ മാധവൻകുട്ടി അല്ലേ, ഡോക്ടർ മാധവൻകുട്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത് 91. വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രത്നസിംഗ്. അപ്പോൾ ഇവിടെ മാധവൻകുട്ടി വിജയിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും അന്ന് BJPയുടെയും ലക്ഷ്യം. പക്ഷേ മാധവൻകുട്ടി എന്ന് പരാജയപ്പെടുത്തി. മാധവൻകുട്ടി അന്ന് ഇവിടെ പരാജയപ്പെടുത്തിയത് ഹംസയാണ് അല്ലേ, TK ഹംസയാണ് പരാജയപ്പെടുത്തുന്നത്. TK ഹംസ 3 തവണ TK ഹംസ വിജയിച്ചിട്ടുണ്ട്. 2 തവണ ഇളമരം കരീം വിജയിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്. VKC മുഹമ്മദ് കോയിൻ 2 തവണ വിജയിച്ചിട്ടുണ്ട്. അതാണ് ബേപ്പൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ കോലീബിയുമായി ബന്ധപ്പെട്ടും ഈ ബേപ്പൂരിന് ഒരുപാട് ബന്ധമുണ്ട്. ബേപ്പൂരിൽ ഒരു ചരിത്രം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇക്കുറി കോലീബി ഉണ്ടോ? ഇത്തവണ കോലീബി നല്ലല്ലോ, ഡീലാണല്ലോ എല്ലായിടത്തും. ഇപ്പൊ ആ കോലീബി പോയി, പകരം ഡീലാണ്. CJP എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. മൈനോറിറ്റി വോട്ടിന്റെ കൺസോളിഡേഷൻ. ന്യൂനപക്ഷ വോട്ടുകൾ BJP CPM ഡീലുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും UDFിലേക്ക് വരും. വളരെ ക്ലിയർ ആണ് അല്ലേ. തിരിച്ച് ജമാഅത്തെ ഇസ്ലാമി കണക്ഷൻ പറയുമ്പോൾ ഇപ്പുറത്തൊരു കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.